നമുക്ക് അപ്പുറം പോയിട്ട് പാമ്പിനെ തുടങ്ങാം. പാമ്പിനെ വെച്ച് നമുക്ക് ഫോട്ടോ എടുക്കാം. 50 രൂപയാണ് കേട്ടോ. ഇത് ലോകത്തിലെ ഏറ്റവും പാവപ്പെട്ട ഇതാണെന്ന് ഇവനായിട്ട് പറയുന്നത്. ഇവിടെ കയറണം ഇങ്ങനെ ക്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ അട്ട പോണ പോലെ ഇങ്ങനെ പോയി അതിൻ്റെ അകത്ത് കയറണം. 1 2 3 4 പ്രൊജക്ടറാണ്. അത്രയും വലിയ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കൊച്ചുണ്ട് സാധനങ്ങളൊക്കെ മേടിച്ചോണ്ടിരിക്കട്ടെ. എന്താ ഞങ്ങളും കെട്ടി ഇവിടെ ഒരു ഹോളുണ്ട്. ഇതിലൂടെ വെളിയിൽ പോകാം. ഇവൻ ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊക്കെ കാണുമ്പോൾ റിസ്വാന് അതിൽ വെള്ളം അലുവ മേടിച്ച് കേട്ടോടാ. ഇവിടെ പോലെ ഫാത്തിമയുടെ ട്രെൻഡിങ് വായിച്ചാണ് പിങ്ക് കളർ. ഇവിടെ കണ്ട 1 രൂപയ്ക്ക് മാരുതി കൊടുക്കുന്നുണ്ട്. നമ്മളെ പുതിയൊരു വീട്ടിലേക്ക് ഏറ്റവും വലിയ 360 റിയാലിറ്റി എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് എന്തായാലും കയറി നോക്കാം. അവിടെ ഓഷൻ വേൾഡ് ഉണ്ട്. നമ്മളിപ്പോൾ അവിടെ കയറുന്നില്ല. നമ്മൾ അടുത്ത വട്ടം വന്നിട്ട് അത് കയറുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോകാം. പിള്ളേർ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും വലിയ ജയന്റ് വീൽ പോലെ അവിടെ. ഇതാണ് നമ്മുടെ 360 റിയാലിറ്റിയുടെ ആ ഒരു സംഭവം. ഇതിലോട്ടാണ് കയറേണ്ടത്. 100 രൂപയാണ് കേട്ടോ ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് വരുന്നത്. സോ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുന്നവരാണ്. ഇവിടെ ഒരു സൗണ്ടും കേൾക്കാൻ പറ്റത്തില്ല. നമ്മളവിടെ തെറ്റിട്ടുണ്ട്. അഫ്സലും അൻസിലും ഉണ്ട്. ബാക്കിയുള്ളവരെയൊക്കെ അറിയാം കേട്ടോ. ഇവരെന്തായാലും അറിയാലോ. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഗൂഗിൾ പേ കൊണ്ടോ എന്ന് അറിയത്തില്ല. എനിക്ക് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ കേസ്. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തോട്ട് കയറിയിട്ട് ടിക്കറ്റ് എടുക്കാം. ഗൂഗിൾ പേയുടെ അവിടെ ഫോൺ പേയുടെ സംഭവമൊക്കെ ഉണ്ട്. നമ്മളെന്തായാലും അകത്തോട്ട് കയറാൻ പോകും. നമ്മൾ മെയിനായിട്ട് നമ്മൾ കാണാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 360 ഡിഗ്രിയുടെയാണ്. ഇതപ്പോൾ എന്തായാലും അകത്തോട്ട് കയറും. ഇതാണ് ടിക്കറ്റ്. സീ വേൾഡ് എന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. അവിടുത്തെ വല്ലതും അത് ഓഷൻ വേൾഡാണ്. നമുക്ക് എന്തായാലും കയറിയിട്ടോ. 100 രൂപയാണ് കേട്ടോ. അത് എവിടെ നിന്നാണ് കയറുന്നത്? സീ വേൾഡ്. നമ്മൾ അകത്തോട്ട് കയറുകയാണ്. സോനെ ആൾ മാറിപ്പോയല്ലേ. മുള്ളംപന്നിയാണ്. എന്തിനു മുള്ളംപന്നി? വൈറ്റ് മുള്ളംപന്നിയാണ്. തൊട്ടീനാന്ത് തൊടാം. അവനെ എടുത്ത് തോളായിട്ടിരിക്കുകയാണ് ഗൈസ്. ഇത് നമ്മുടെ റിസ്വാനാണ് ഇങ്ങനെ എടുത്ത് അടുത്തിടാൻ പോണത്. പൂച്ചയെ പോലും തൊടാത്ത ചെറുക്കന. ഇവിടെ എലിയുണ്ട്. എലി 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 എലിപ്പിന് ഇതാണ് ഹാംസ്റ്റർ ഗൈസ്. ഞാൻ വാരി പിടിച്ച് കിടക്കുന്നത്. ഇതിന് ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒക്കെ ഉണ്ടേ. ഫോളോ ചെയ്യണം. കൊച്ചോറിന്റെ റിസ്വാൻ അവിടെ ഇരിക്കും കൈ. ഓക്കെ, നമുക്ക് അപ്പുറം പോയിട്ട് പാമ്പിനെ തൊടാം ഗൈസ്. ഇതെന്താ? ഗിരി ഗിരി. പാമ്പിനെ വെച്ച് നമുക്ക് ഫോട്ടോ എടുക്കാം. 50 രൂപയാണ് കേട്ടോ. കയ്യിരിക്കുന്നുണ്ടോ? ഇതുണ്ട്. ഇവിടെ ഇതിൻ്റെ അകത്തൊരു മൽപ്പാമ്പിന്, ചെറിയ പാമ്പ്. അവിടെ ഒരു പാമ്പിറ്റുമുണ്ട് ഗൈസ്. ഈ പാമ്പിനെനിക്ക് ഭയങ്കര അലർജി ആയതുകൊണ്ട് എടുക്കുന്ന എന്താ പറയുന്നത്? ഹറാമാ എനിക്ക്. അതുകൊണ്ട് ഞാൻ എടുക്കത്തില്ല. കാരണം തൊട്ടേന്ന് നോക്കില്ല കേട്ടോ.
ഇതെന്താണ് ഇഗ്വാന ഈ സമയത്ത് പാവമാണ്. കടിക്കും കടിക്കും കടിക്കും. ഇതുകൊണ്ട് അനങ്ങാതിരിക്കുന്നുണ്ട്. അങ്ങനെ ഇരുത്തിക്കാൻ അങ്ങനെ ഇരുത്തിക്കോളും. ഇതേപോലെ പിള്ളേരൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് രസമല്ലേ. അവിടെ ഇത് പഠിച്ചിട്ട് പൊക്കോളും. ഇതും പറയുന്നത് ലോകത്തിലെ ഏറ്റവും പാവപ്പെട്ട ജന്തു ഇതാണെന്നാണ് ഇവനാട്ടോ പറയുന്നത്. ഇവിടെ തൊട്ടാണ് കേട്ടോ മീനിൻ്റെ സെക്ഷൻ തുടങ്ങിയിരിക്കുന്നത്. ചിലതിൻ്റെ അകത്തൊന്നും ഇല്ല. പിന്നെ ഇതിൻ്റെ പേരൊന്നും എഴുതിയിട്ടില്ല. ഇത് ഗോൾഡൻ ഫിഷ് ആണെന്ന് നമുക്കറിയാം. വേറൊന്നും അറിയത്തില്ല ഗൈസ്. ഇതിൻ്റെ പേരൊന്നും ഇത് സ്കാർപ്പ്, ഓസ്കർ, ഗോൾഡ് ഫിഷ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അറിയുള്ളൂ ഗൈസ്. ഇത് ഇതിൻ്റെ പേരെന്തുവാന്ന് അറിയത്തില്ല. ഏഞ്ചല്, ഇതും സ്കാർപ്പാട്ടോ. ഇതെന്തുവാന്ന് നമുക്കറിയാൻ വയ്യ. അങ്ങനെയൊക്കെ നമുക്ക് അറിയാവുള്ളൂ ഗൈസ്. അത് കഴിഞ്ഞിട്ട് ഇത് കൊള്ളാം കേട്ടോ. നല്ല രസമുണ്ട്. നല്ല അലങ്കരിച്ചിട്ടുണ്ട്. ഇതും കൊള്ളാം കേട്ടോ ഗൈസ്. ആണ്ട് ഇവിടെ ഒരു ഏഞ്ചൽ ചത്ത് കേട്ടോ. പറഞ്ഞ 1-2 ചത്ത് കിടക്കുന്നുണ്ട്. പക്ഷെ വെള്ളം മാറ്റിക്കാൻ റെഡിയാവുമായിരിക്കും. ഇതിൻ്റെ അകത്തൊന്നുമില്ല. ഇത് നമ്മൾ ഓഷൻ വേൾഡ് അന്ന് വന്ന അന്ന് നമ്മൾ വന്നായിരുന്നു. അപ്പം വന്ന അവർ ടണലിൻ്റെ അകത്തൂടെ കടന്നു പോയി. അതേപോലെ സെയിം സാധനം തന്നെയാണ് കേട്ടോ. ഇതുണ്ട് ഹെഡ് ഇച്ചിരി വലിയായിട്ടുള്ളൊരു ഫിഷാട്ടോ. ഇതിൻ്റെ പേരൊന്നും നമുക്ക് അറിയത്തില്ല ഗൈസ്. ഇതിൻ്റെ അകത്ത് എഴുതി വെച്ചാലേ നമുക്ക്. ഇത് സ്കാർപ്പ്. ഗൈസ് ഈ അക്വേറിയം ഫിഷ് ഗൈസ് ഓസ്കറാന്ന് തോന്നുന്നു. വൈറ്റ് ഓസ്കർ. ഭയങ്കര വിലയാണ്. ഇനി ഇവിടെയാണ് കയറാനുള്ള ഭയങ്കര തിരക്ക് കേട്ടോ. ഇവിടം വരെ കുഴപ്പമില്ലായിരുന്നു. ഇനി ഇതിൻ്റെ അകത്താണ് കയറേണ്ടത്. ഇതിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് ടിക്കറ്റ് എടുത്തത്. ഇത്രയും ആൾക്കാരുണ്ട് ഗൂയിസ്. ഇതാണ് നമ്മുടെ 360 ഡോം. ഏഷ്യയിലെ ഏറ്റവും വലുതെന്നാണ് പറയുന്നത്. നമുക്കറിയത്തില്ല. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. മേളിൽ കുറേ പ്രൊജക്ടറൊക്കെ വെച്ചിട്ടാണ് ഈ സംഭവം ചെയ്തേക്കുന്നത്. ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വന്ന് ഇതിവിടെ കഴിഞ്ഞാൽ പിന്നെ ഇല്ല, തീർന്നു. അവിടെ പിന്നെ കുറേ സെക്ഷനാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് വരാനാണ് ആൾക്കാർ 100 രൂപയുടെ ടിക്കറ്റ് ഇറങ്ങുന്നത്. അതിൻ്റെ ഇടയിൽ കുറച്ച് മീനും കാര്യങ്ങളും, കുറച്ച് മീനില്ല. അവിടെ ഓഷൻ വേൾഡ്, സീ വേൾഡ് എന്ന് പറഞ്ഞാൽ അവിടെ കുറേ വെച്ചിട്ടുണ്ട്. ഇവിടെ പാമ്പിനെ ഫോട്ടോ എടുക്കുക 50 രൂപ ഉള്ളൂ കേട്ടോ. വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം. അത് കൊള്ളാം കേട്ടോ. അത് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇവിടെ കയറണം. ഇങ്ങനെ ക്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളിങ്ങനെ അട്ട പോണ പോലെ ഇങ്ങനെ പോയി അതിൻ്റെ അകത്ത് കയറണം കേട്ടോ. നമ്മൾ അകത്തോട്ട് കയറാൻ പോകുക കേട്ടോ. ചെരുപ്പ് ഇവിടെ ഇടണോ? അപ്പം ചെരുപ്പ് ഇവിടെ ഇടണം കേട്ടോ. ചെരുപ്പ് ഇവിടെ ഇടുക. അവിടെ എന്തുവാ സീ വേൾഡ് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ലൈറ്റിംഗ് സെറ്റിങ്സ് ഒക്കെ ഉണ്ട്. പെട്ടെന്ന് വാ. അപ്പം ഇവിടെയാണ് ടിക്കറ്റ് കൊടുക്കുന്നത്. അവിടുത്തെ ടിക്കറ്റ് കളയലും കേട്ടോ. അവിടുത്തെ ടിക്കറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ കയറാൻ പറ്റത്തുള്ളൂ. അങ്ങനല്ല കേട്ടോ. ഓക്കെ ഗൈസ്. ഓ എല്ലാവരും നിരന്ന് നിൽക്കണോ? അവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ കയറും ഗൈസ്. ഒരു 100-120 വരെങ്കിലും കയറും കേട്ടോ. AC ആണ് കേട്ടോ ഇതിൻ്റെ അകത്ത്. ഓക്കെ സാർ, ഇതുണ്ട്. ഇതിൻ്റെ മേളിലാണ് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് മേളിൽ 1, 2, 3, 4 പ്രൊജക്ടർ വെച്ചിട്ടാണ് ഇവർ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഗൈസ് ഇനി ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട് സംഭവം ചെയ്യും. ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സിൽ നിൽക്കുന്നതാണ്. എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ക്രിസ്മൻ അവിടെ ഭയങ്കര വീഡിയോ എടുക്കും. AC യൂണിറ്റും കാര്യങ്ങളും കേട്ടോ. അങ്ങോട്ടെല്ലാം കൈയിട്ട് ചെയ്താൽ തീർന്നു കേട്ടോ. 360 വ്യൂ എന്ന് പറയുന്നത് 360 വ്യൂ ഇങ്ങനെയാണ്. ഇവിടെ ഞങ്ങൾ വിചാരിച്ച് മിക്കവാറും കയറാൻ പറ്റില്ലെന്ന് കേസ്. അപ്പോൾ ഇവിടെ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 100-100 കൂടുതൽ ആൾക്കാർ കയറില്ലേ അതിൻ്റെ അത്. അതിൽ കൂടുതൽ കയറും. അതായത് നമുക്ക് താഴെ വരെ അതിൻ്റെ പ്രൊജക്റ്റ് കിടക്കുന്നുണ്ട്. പ്രൊജക്റ്റ് ചെയ്യാത്ത സ്ഥലം ആ ഒരു ഇത്രയും പോർഷനാണ് പ്രൊജക്റ്റ് ചെയ്യാത്തത്. അത് അറിയത്തില്ല ഇനി അത്ര പ്രൊജക്റ്റ് ചെയ്യുമോ ഇല്ല. അത് ബാക്കി ഫുള്ളും പ്രൊജക്റ്റാണ്. 4 പ്രൊജക്റ്റ് വെച്ചിട്ടാണ്. ഗൈസ് സ്റ്റാർട്ട്. ചെരുപ്പൊക്കെ എവിടെ ഇട്ടെന്ന് പോലും അറിയത്തില്ല കേട്ടോ. ക്യാമറ നോക്കിയിട്ട് വേണം ഞാൻ ചെരുപ്പ് കണ്ടുപിടിക്കാൻ. ഗൈസ് യാത്രയായി. സ്റ്റാർട്ടായി. അലാവുദ്ദീൻ ഒരുങ്ങാണ് ഗൈസ്.
ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി അത്രയ്ക്ക് വലിയ ഇതൊന്നുമില്ല കേട്ടോ. മുകളിലോട്ട് പോവുകയാണ് കേട്ടോ. മുകളിലോട്ട് നിങ്ങളുടെ മാമ പറഞ്ഞ സത്യം കേട്ടോ. എൻ്റെ മാമ ഇതൊരുമാതിരി കാർട്ടൂൺ പോലുള്ള കൊച്ചു പിള്ളേർക്ക് പറ്റുന്ന പരിപാടി. പിന്നെ ഇതെല്ലാം വരും. പിന്നെ കാശ് മുതലായത് മറ്റേല്ലാത്തിനെ കുറെ കണ്ടല്ലോ. അത് സദ്ദാമിന്റെ കടയിലും ഉണ്ടായിരുന്നു. സദ്ദാമിന്റെ കടയിൽ കയറിയാൽ മതിയായിരുന്നല്ലേ? കാണാൻ കാട്ടോക്കി ഇത്രയും വലിയ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ കൊച്ചുണ്ട് അമ്മമാരെ നോക്കിക്കൊണ്ടിരിക്കുക. കൂടുതൽ ബോറടിക്കാതിരിക്കുന്നേ ഗൈസ്. ഇതാ ഞങ്ങളെ കൊച്ചു ടി വിയിൽ ഇതിനെക്കാട്ടും എല്ലാം കിട്ടില്ല സാധനം. അങ്ങനെ 3D റിയാലിറ്റി തീരു നിർക്കുകയാണ്. വലിയ രസമൊന്നുമില്ല, എന്തായാലും കൊച്ചുപിള്ളേരൊക്കെ കൊള്ളാം. നമുക്ക് ഇനി അവിടെ നിന്ന് ഇറങ്ങണ്ട കേട്ടോ. വീഡിയോ എടുത്തുകൊണ്ട് എനിക്ക് ചെരുപ്പ് കറക്റ്റ് കിട്ടി കേട്ടോ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏഷ്യയിലെ ഏറ്റവും വലിയ പോർട്ടബിൾ 360 വ്യൂ ആണ്. ഞാൻ വന്ന് കാണാമെന്ന് പറയത്തില്ല ഗൈസ്. വലുതായിട്ട് നമുക്ക് ആർക്കും ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഇവിടെ മെയിനായിട്ട് 100 രൂപയ്ക്ക് ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. ബാക്കിന് ഫുഡും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. അഭിപ്രായം പറയടാ, അഭിപ്രായം പറയാം. ഇവരെ മാമന് ഓൾറെഡി അഭിപ്രായം പറഞ്ഞ പറയാം. ഞാൻ പറയാനാണ് പറ. കൊള്ളാം, നിനക്ക് ഇഷ്ടപ്പെട്ട? നിനക്ക് വയറുവേദന എടുക്കുന്നെന്ന് പറഞ്ഞാൽ തലവേദന എടുക്കുന്നത് അത്രയ്ക്ക് വലിയ ക്വാളിറ്റിയുള്ള സാധനമായിരുന്നു. ഇത് വെച്ച് മസാജ് ചെയ്ത് പ്ലീസ് നോക്കട്ടെ. ഓ അടിപൊളി. മതി മതി. വാക്യൂം ക്ലീനർ, തേങ്ങ ചിലവാണെങ്കിൽ അതിനുണ്ട്, മാറ്റ്, റോഡ് റോളർ, ഇതെന്തുവാ? ഇതും നമ്മളെ ഓഫീസ് ഇതേപോലെ എക്സസൈസ് ചെയ്യുന്നത്. ഇതൊക്കെ വീടിൻ്റെ നീ അവിടെ കിടന്ന് ഓടാതെ ചാടാതെ ഇത് പറഞ്ഞു ഇതും കാട്ടി ചെയ്യുന്നേ. കാർഡിയോ വയറിൻ്റെ ചെയ്യുന്നതല്ലേ ഇത്. കണ്ടോ ഇവിടെ കണ്ടോ പേന, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഇനിയെല്ലാം ഇതേപോലെ സംഭവങ്ങളേ ഉള്ളൂ. ആ ഡോമ് മാത്രമേ ഉള്ളൂ മെയിനായിട്ടുള്ള സാധനം, വേറൊന്നും ഇല്ല അതിൻ്റെ അത്. ഞാൻ എല്ലാവരും അഭിപ്രായം ചോദിക്കുന്നതായിരിക്കും പ്ലീസ്. ഇവിടെ ഇതേപോലെ കുറേ സാധനങ്ങൾ നമുക്ക് മേടിക്കാം. ഇതെന്തുപോലെ ബോംബടാ ഗൈസ്. സംഭവം ബുക്കുകൾ ഇരിപ്പുണ്ട്. ജിമിക്കിയും കമ്മലും ഒക്കെ ഇവിടെ ഉണ്ട്. രഞ്ജിത്ത് വരുന്നുള്ളൂ. രഞ്ജിത്ത് അവിടെ നിന്ന് എന്തൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്നുണ്ട് രഞ്ജിത്ത്. അവിടെ സംഭവങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുക. നാരങ്ങ വിരിയുന്ന സാധനം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുക. ഡേ എന്താ ഞങ്ങളും എത്തി പോകണ്ടേ നമുക്ക് വീട്ടിലേക്ക് സാധനം മേടിക്കും. ഇവര് ചുമ്മാ നോക്കത്തേ ഉള്ളൂ, മേടിക്കത്തൊന്നുമില്ല. അത് വേറെ കാര്യം. എൻ്റെ ബാഗ്, പേഴ്സ്, ഇവിടെ ഒരു ഹോളുണ്ട്. ഇതിലേക്കൂടെ അവിടെ പോകാം, ഇതിലേക്കൂടെ വെളിയിൽ പോകും. ആഹാ, വിത്തുകൾ, പലതരം വിത്തുകളുണ്ട് പ്ലീസ്. മുരിങ്ങയ്ക്ക് വിത്തുകൾ ഏതെടുത്താലും 10 രൂപ. പിന്നെയും കുറച്ച് സാധനം ലക്സിക, ഉച്ചാത്തി, മൂർച്ചയിടുന്ന സാധനം, ഈര് വേണമെങ്കിൽ ഇത്. ഇവൻ ഇതേപോലത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. ചെരുപ്പ് വരണം, അത് വേണം, ചെരുപ്പ് വേണം. മിണ്ട്, കൈലി, അങ്ങനെയുള്ള കുറച്ച് ഐറ്റങ്ങൾ. 2 എണ്ണം 550 രൂപ, 4 എണ്ണം 999 രൂപ പ്രൈസ്. ഇതിൽ ഏതെടുത്താലും അങ്ങനെയാണ് കേട്ടോ. ഗൈസ് കണ്ടോ, ഇത് മിഠായി, കപ്പലിൻ്റെ മിഠായി, മിച്ചർ മിഠായി, വേണ്ട പോട്ടെ. തേൻ മിഠായി ഉണ്ട് ഇവിടെ. നമ്മളെ രഞ്ജിത്ത് ഇതുവരെയായിട്ടേക്ക് വന്നില്ല, കറങ്ങി എത്താനുണ്ട് ഗൈസ്. ഇനി അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വരണം. അവൻ എല്ലാ സ്ഥലവും നോക്കിയൊക്കെ വരുത്തുള്ളൂ. മിഠായി ഐറ്റംസ് ഫുള്ളുള്ള കേട്ടോ ഇവിടെ. ഇത് മൈസൂർ പാക്ക്, ബദാം മിഠായി, ബോംബെ മിഠായി, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ. എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് കപ്പലിൻ്റെ മിഠായി മേടിച്ചു തരാമെന്ന് പറയും. പക്ഷെ അവന് മധുരം കഴിച്ചു കൊടുക്കും. ഇതൊക്കെ കാണുമ്പോൾ റിസ്വാൻ്റെ വായിൽ വെള്ളം. നമുക്ക് അലുവ മേടിച്ചു തരട്ടെടാ. എടാ പോരെ എടാ വേണോ? കണ്ടോ ഇവിടെ അലുവയുണ്ട്, പലതരം അലുവകളുണ്ട്. മേടിക്കുന്ന ആൾ അലുവല്ലോ ഒരു പാക്കായിട്ട് ഞാൻ മേടിക്കാം. അതിനെ നിർത്തിയാൽ കുറേ ഷുഗർ കട്ടാണ്. നമ്മുടെ കേരളം എങ്ങോട്ടാണ് പോണത്?
കപ്പലിൻ്റെ ഐറ്റംസ് ഫുള്ളുണ്ട്. പിന്നെ കമ്മൽ അങ്ങനെയുള്ള ഐറ്റങ്ങൾ ഫുള്ള്. ഇവിടെ എത്തുമ്പോൾ റിസ്വാൻ കുറച്ചൊന്ന് പതുക്കാവും കേട്ടോ. അല്ലടാ റിസ്വാനെ വാച്ച് ട്രെൻഡിങ് വാച്ച് കണ്ടോ ഫാത്തിമയുടെ ട്രെൻഡിങ് വാച്ച് പിങ്ക് കളർ ഗൈസ്. ഫാത്തിമയുടെ ട്രെൻഡിങ് വാച്ചാണ് കേട്ടോ പിങ്ക് കളർ. ഇത് അച്ചാറാണ്, പലതരം അച്ചാറുകളുണ്ട്. ഇത് മധുരമില്ലാത്ത സാധനമാണ് കഴിക്കുന്നത്. ഇത് അച്ചാറെന്ന് പറയുമ്പോൾ അത് മാങ്ങയല്ലടാ, അത് വേറെ എന്തുവാ. ഇത് മാങ്ങാച്ചാറ്, ഇത് മാങ്ങാച്ചാറ്. ഈ സാധനം കുടിച്ച് എന്തായിരുന്നു കൊള്ളൂല. നാരങ്ങ അച്ചാർ, ഇതെന്ത് സാധനം? ഇതെന്ത് അച്ചാർ? പലതരം അച്ചാറുണ്ട് കേട്ടോ. മുളകച്ചാർ, എല്ലാം പുളിയാ. വെളുത്തുള്ളി അച്ചാർ, ഇത് നല്ല ഇത് വെളുത്തുള്ളി അച്ചാർ. നിനക്കല്ലേ മധുരം കഴിച്ചുകൂടാന്ന് പറയാം ഗൈസ് കേട്ടോ. തേനോ അതാ മധുരം. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ബാക്ക് കവർ മേടിക്കാം കേട്ടോ. എത്ര രൂപയാണ്? സ്ക്രീൻ കാർഡിനെ ഒട്ടിച്ചു. നമുക്ക് നോക്കാം ഐഫോണിൻ്റെ ബാക്ക് കവർ ഉണ്ടോ നോക്കാം, ചോദിക്കാം പ്ലീസ്. ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. ഇത് ഫുള്ള് 11 ആണ് കേട്ടോ. 11 ഇത് കൊള്ളാം കേട്ടോ. അതല്ല ഓ ഇത് പക്ഷേ ഇതിനാ മേടിച്ചത് പൊട്ടും. ഇത് വൈറ്റ് ഇല്ല, വൈറ്റ് എത്ര ഇത്? അത്തറും കാര്യങ്ങളുണ്ട്. ഇത് സാധനം ശർക്കരയോ കരിപ്പെട്ടി പീസ്. ആ എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. മധുരമാടാ. എന്നാൽ പഞ്ചസാര എന്ത് നാച്ചുറൽ അല്ല, ഏതെങ്കിലും ലാബിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഫോണിൽ അത് നോക്കിയപ്പം ഭയങ്കര റേറ്റ് 180 200 രൂപയൊക്കെ പറയുന്നു. നമുക്ക് 100 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് റൈസ് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ടേബിൾ കൊള്ളാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പലാസ കേട്ടോ. ഇതുണ്ട് 100 രൂപ. എത്ര രൂപ ഇത്? എന്താ കമൻറ്റ് ഇടാൻ? ഈ 150 രൂപ കൊടുത്ത് കവർ വാങ്ങാൻ ഇല്ലാത്ത യൂട്യൂബറാണോ ചോദിച്ചിട്ട്. ഈ നിങ്ങൾ പാവപ്പെട്ട യൂട്യൂബറാണ് കേസ്. അത് കാരണം 150 തൊട്ട് 50 രൂപയിൽ എടുക്കാനില്ല പോരെ. ഇനി എന്തെങ്കിലും വേണോ? കളിപ്പാട്ടം ഇവൻ ഇവിടേക്ക് എത്തുമ്പോൾ നിൽക്കും കേട്ടോ പുഷ്പാൻ. കാര്യം അവന് കളിപ്പാട്ടം ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഒരു കുട്ടിക്കളി മാറിയിട്ടില്ല. അപ്പോൾ കേസ് ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഫുഡും കാര്യങ്ങളും മേടിക്കാം. പക്ഷേ ഇവിടെ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടും നല്ലത് വെളിയിൽ നിന്ന് കഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് ഇരുന്ന് കഴിക്കുകയും ചെയ്യും. എല്ലാ ഐറ്റവും ഉണ്ട് കേട്ടോ ഇവിടെ. ബജ്ജി ഉൾപ്പെടെ ഉണ്ട്. അതിന് ഗെയിമിംഗ് സെക്ഷൻ ആട്ടോ. എക്സിറ്റ് ഗെയിമിംഗ് സെക്ഷനും കാര്യങ്ങളുണ്ട്. ബൂസ്റ്റ് വേണമെങ്കിൽ ബൂസ്റ്റ് നമുക്ക് ഇറങ്ങിടാം. ഇവിടെ കപ്പലിൻ്റെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. കപ്പലിൻ്റെ എടുത്താലാണ് ഇവിടെ കപ്പലണ്ടി ഉണ്ട്. പിന്നെ അങ്ങനത്തുള്ള കുറേ കടലുണ്ട്. ഇവിടെ കണ്ടോ കടല, അവിടെ ചോളം അവിച്ച്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിടാം. ചെയ്യുന്നാടാ എന്താ പറയുന്നത്? ആരും ഇടുന്നില്ല ബീസ്. ഇവിടെ ആൾക്കാർ കുറവാണ്. ഇവിടെ കണ്ടോ 1 രൂപയ്ക്ക് മാരുതി കൊടുക്കുന്നുണ്ട്. സംഭവം എന്തുവാണെന്ന് നമുക്കറിയത്തില്ല. എനിക്ക് വന്ന് എന്തുവാണെന്ന് അറിയത്തില്ല ബീസ്. അപ്പോൾ എന്തായാലും പുതിയ മോഡൽ ഷിഫ്റ്റാണ് കിടക്കുന്നത്. വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് കേട്ടോ. പുതിയ മോഡൽ ഷിഫ്റ്റിൻ്റെ ടെസ്റ്റ് ഡ്രൈവും ഫുൾ വീഡിയോസും നമ്മുടെ ചാനലിൽ G4 GTX. ഇവിടെ ഡൗൺ പേയ്മെൻറ്റ് 1 രൂപ കേട്ടോ. അതാണ് മെയിനായിട്ട്. 1 രൂപയ്ക്ക് മാരുതി വെച്ചാൽ ഡൗൺ പേയ്മെൻറ്റാണ് അവർ 1 രൂപ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ നല്ല സിവിൽ ഉണ്ടെങ്കിൽ 1 രൂപയും കൊടുക്കണ്ട കേട്ടോ. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഈ വണ്ടി എടുക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ഗെയിമിംഗ് സെക്ഷൻ ഉണ്ട്. പക്ഷേ ഞായറാഴ്ച ആയിട്ട് ഒരു തിരക്കൊന്നുമില്ല കേട്ടോ. ഇവിടെ ഉണ്ട് ഗ്ലാസ് എറിഞ്ഞിടുക. 3 ബോൾ കിട്ടും. ആ 3 ബോളിൽ എറിഞ്ഞിടുക കേട്ടോ. ഇവിടെ കോപ്പ് വെച്ച് വെടിവെച്ചിട്ട് ഞാൻ വിറ്റാരെയാണ് കിടക്കുന്നത്. ഗൈസ് വെള്ള കളറുണ്ട്. എൻ്റെ റിസോർട്ട് നോക്കും ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുന്നത്. ഇതാണ് ഇതിൻ്റെ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഗൈസ് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഞങ്ങൾ ഇതിൻ്റെ അത് കയറിയിട്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം ആൾക്കാർ കുറവാണ് മെയിനായിട്ട്. പിന്നെ ഒന്നും അത്രയ്ക്ക് എങ്ങനെ ഉണ്ടായിരുന്നടാ? ഒട്ടും കൊള്ളൂലേ? ഇത് സംഭവം എന്ന് വെച്ചാൽ ഇവിടെ വന്ന നമ്മൾ എപ്പോഴും എക്സിബിഷന് കാണുന്ന പോലെ കോമൺ ആയിട്ടുള്ള സാധനം അത്ര തന്നെ. അല്ലാതെ വേറെ പുതിയതായിട്ടൊന്നും കണ്ടിട്ടില്ല. നമ്മളെപ്പോഴും കാണുന്ന പോലെ തന്നെ. പക്ഷേ എനിക്ക് അവിടുത്തെ കൊള്ളാം. അവിടെ ആൾക്കാരൊന്നുമില്ല. അതായത് ഏറ്റവും വലിയ ജയന്റ് വീല ആ കറങ്ങുന്നത് കണ്ടത്. ഇവിടെ നമ്മൾ ഇവിടെ പറയുകയാണ്. വലിയ ഗുണമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എനിക്ക് അത്രയ്ക്ക് വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല. ഇവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവിടെ ഉണ്ട് കേട്ടോ ഓഷൻ മറൈൻ അക്വേറിയം അവിടെ ഉണ്ട്. അതിൻ്റെ വീഡിയോസ് നമ്മൾ കണ്ടില്ല. ഇതാണ് ഓഷൻ വേൾഡ് കേട്ടോ.
നമുക്ക് പിന്നെ ഒരു ദിവസം വരുമ്പോൾ കാണാം. ഇവിടെ ഫുള്ള് ആൾക്കാർ, ഭയങ്കര ആൾക്കാരായിരുന്നു. ഇപ്പം ഇത് ഓൾറെഡി ഇവിടെ ഒരു വട്ടം വന്നതായതുകൊണ്ട് വലിയ ആൾക്കാർ കുറവാണ്. ഡാൻസ് കളിക്കുന്ന ഡാൻസ് കളിക്കുന്ന റോബോട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഇത്രയും റോബോട്ടുകൾ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. പിന്നെ കുക്ക് ചെയ്യും, റോബോട്ട് കുക്ക് ചെയ്യും എന്നൊക്കെ പറയും. അപ്പോൾ നമുക്കിപ്പോൾ സമയമില്ല, അതുകൊണ്ട് നമ്മൾ പിന്നെ ഒരു ദിവസം വന്ന് ഇവിടെ കയറുന്നതായിരിക്കും. നമ്മളിപ്പോൾ കയറിയത് അവിടെയാണ്. അതായത് നമുക്ക് മൈതാനത്ത് കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. അവിടെയാണ് നമ്മളിപ്പോൾ കയറിയത് 360. അപ്പോൾ ഇത് നമ്മളെന്തായാലും പിന്നെ ഒരു ദിവസം വന്ന് കയറുന്നതായിരിക്കും. ഇവിടെ ആൾക്കാർ കുറവാണ്, ഞായറാഴ്ച ആൾക്കാർ കുറവാണ്. അപ്പം ഇത്രയുള്ള വീഡിയോ ഗെയിംസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് സബ്സ്ക്രൈബ് നമ്മൾ ഇനി എന്തായാലും പോവുകയാണ്. പിന്നെ ഒരു ദിവസം വന്ന സമയമുള്ള സമയത്ത് നമ്മൾ വന്ന് ഇതിനകത്ത് കയറുന്നതായിരിക്കും. ഞാൻ ശോകമാണ്, അത് ഞങ്ങൾ ഇനി വണ്ടി കയറി പോവുകയാണ്. നമുക്ക് മതിയായിട്ട് ഓക്കെ. അപ്പോൾ എന്തായാലും വണ്ടി കയറി